കടൽക്കൊലക്കേസിൽ ഇന്ത്യയിൽ കഴിയുന്ന ഇറ്റാലിയൻ നാവികന് ഉപാധികളോടെ നാട്ടിലേക്ക് മടങ്ങാൻ സുപ്രീം കോടതി അനുമതി നൽകി. നാവികൻ സാൽവത്തോറെ ജെറോമിന്റെ ഹർജി പരിഗണിച്ചാണ് അനുമതി. നാവികന്റെ ആവശ്യം ഇന്ത്യ എതിർത്തില്ല. കടൽക്കൊലക്കേസിൽ അന്താരാഷ്ട്ര മധ്യസ്ഥ കോടതി വിധി ഇന്ത്യക്ക് അനുകൂലമായാൽ നാവികൻ മടങ്ങി വരണം. ഇക്കാര്യത്തിൽ ഉറപ്പ് ഇറ്റാലിയൻ എംബസി എഴുതി നൽകണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കടൽക്കൊലക്കേസ് പരിഗണിക്കുന്ന അന്താരാഷ്ട്ര മധ്യസ്ഥ കോടതി വിധി ഇന്ത്യക്ക് അനുകൂലമായാൽ നാവികൻ മടങ്ങി വരണം. ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ ഇറ്റാലിയൻ എംബസി രേഖാമൂലം ഉറപ്പ് നൽകണം. ഇറ്റലിയിൽ കഴിയുകയാണെങ്കിലും നാവികൻ ഇന്ത്യയുടെ അധികാര പരിധിയിലായിരിക്കും. പാസ്പോർട്ട് ഇറ്റാലിയൻ അധികൃതർക്ക് നൽകണം തുടങ്ങി ഉപാധികളോടെയാണ് സാൽവത്തോറെ ജെറോമിന് നാട്ടിലേക്ക് പോകാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുന്നത്. നാട്ടിലേക്ക് മടങ്ങണമെന്ന നാവികന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ എതിർത്തില്ല. മാനുഷിക വശം പരിഗണിച്ച് എതിർക്കുന്നില്ലെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചത്. സാൽവത്തോറെ ജെറോമിനൊപ്പം കടൽക്കൊലക്കേസിൽ പിടിക്കപ്പെട്ട മാസിമിലാനോ ലത്തോറയും നേരത്തെ ചികിത്സയ്ക്കായി ഇറ്റലിയിലേക്ക് മടങ്ങിയിരുന്നു. ഇയാൾക്കും ഇനി ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല. അന്താരാഷ്ട്ര മധ്യസ്ഥ കോടതി എടുക്കുന്ന തീരുമാനമാണ് കടൽക്കൊലക്കേസിൽ ഇനി പ്രധാനം. 2012 കേരള സമുദ്രാതിർത്തിയിൽ വച്ചാണ് ഇറ്റാലിയൻ നാവികർ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കടൽക്കൊലക്കേസിൽ കേന്ദ്ര സർക്കാരിൻ്റേത് കള്ളക്കളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാട് മൂലമാണ് നാവികൻ രക്ഷപ്പെട്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്നുള്ളിടത്താണ് LDF ഗവൺമെൻറ് നിൽക്കുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോവുക എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ കുറ്റകൃത്യം ചെയ്തയാളെ ഇവിടെയാണ് അതുമായി ബന്ധപ്പെട്ട പരിശോധനയും വിചാരണയും ഒക്കെ നടക്കേണ്ടത്. പക്ഷെ ഇക്കാര്യത്തിൽ വലിയ കള്ളക്കളിയാണ് നേരത്തെ മുതൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. ആ സമീപനത്തോട് യോജിപ്പ് ഞങ്ങൾക്ക് നേരത്തെയില്ല. ഞങ്ങളതിനെ ശക്തമായി തന്നെ വിമർശിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് കോടതിയിൽ നിന്നും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലവിലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. UDF സർക്കാർ ചെലവാക്കിയതെല്ലാം ബജറ്റിന് പുറത്തെ ചെലവുകളാണെന്നും ധനമന്ത്രി പറഞ്ഞു. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ശുദ്ധ പ്രഹസനമായിട്ട് മാറി. ഈ മൂലധന ചെലവ് കുറയാണ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന വരുമാനത്തിന്റെ ശതമാനമായി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ചെലവെല്ലാം ദൈനംദിന ചെലവാക്കി മാറ്റി. അതാണ് ഈ പ്രതിസന്ധിയുടെ കാരണം എന്ന് പറയുന്നത്. ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾക്കല്ല, അപ്പപ്പോൾ വിളി തോന്നുന്ന കാര്യങ്ങൾക്കൊക്കെ പണം എടുത്ത് ചെലവഴിക്കാം. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും വൻകിട മൂലധന നിക്ഷേപം കേരളത്തിൽ സാധ്യമാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് വെല്ലുവിളി. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വൻകിട നിക്ഷേപങ്ങളാകാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഒരുപക്ഷെ ഒരു 2 വർഷം എങ്കിലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. UDF സർക്കാരിന്റെ വിവാദ ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട മന്ത്രിസഭാ ഉപസമിതി തിങ്കളാഴ്ച യോഗം ചേരും. ജനുവരി 1 ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ കൈക്കൊണ്ട വിവാദ ഉത്തരവുകളാണ് ഉപസമിതി പരിശോധിക്കുക. വിവാദ തീരുമാനങ്ങൾ അന്വേഷിക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. നിയമം നടപ്പാക്കാനാണ് ശ്രമമെന്ന് സമിതി കൺവീനർ AK ബാലൻ പ്രതികരിച്ചു. കഴിഞ്ഞ സർക്കാർ അവസാനകാലത്ത് തിടുക്കത്തിലെടുത്ത തീരുമാനങ്ങൾ അഴിമതി ലക്ഷ്യമിട്ടാണെന്ന് വിമർശനമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജനുവരി 1 ശേഷമുള്ള സർക്കാർ തീരുമാനങ്ങൾ പരിശോധിക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇതിനായി രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച ചേരും. പ്രതികാര നടപടി സ്വീകരിക്കില്ലെന്നും എന്നാൽ നിയമം നടപ്പാക്കുമെന്നും സമിതി കൺവീനർ AK ബാലൻ പറഞ്ഞു. ഭരണകക്ഷിയായാലും ശരി, പ്രതിപക്ഷത്തായാലും ശരി, അഴിമതിക്കാരാണോ നേതൃത്വം കൊടുക്കുന്നത്, ആരാണോ അഴിമതി നടത്തുന്നത്, അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിയമപരമായി ശിക്ഷിക്കുക. അവസാന 4 മന്ത്രിസഭാ യോഗങ്ങളിൽ വൻതോതിൽ നടത്തിയ ഭൂമിദാന ഉത്തരവുകളിൽ ചിലത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതുൾപ്പെടെയുള്ള മുഴുവൻ തീരുമാനങ്ങളും സമിതി പരിശോധിക്കും. AK ബാലന് പുറമെ മന്ത്രിമാരായ TM തോമസ് ഐസക്, മാത്യു T തോമസ്, VS സുനിൽകുമാർ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF സർക്കാരിന്റെ കാലത്ത് നടന്ന ഭൂമി ഇടപാടുകൾ പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം പീപ്പിളിനോട് പറഞ്ഞു. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയൊക്കെ ഇന്നലെ കണ്ടിരുന്നു.
നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് അവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. നാളെ കാലത്ത് CM വിളിച്ചു ചേർത്തൊരു യോഗമുണ്ട്. മഴക്കാലപൂർവ്വ രോഗങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ള യോഗമാണ്. അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പുകളെല്ലാം ഉൾപ്പെടുന്ന യോഗമാണ്. ആ യോഗം രാവിലെ 11 മണിക്കും അതിനുശേഷം 2:30ക്ക് റവന്യൂവിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു. റവന്യൂ വകുപ്പിൻ്റെ ഇപ്പോഴത്തെ നിജസ്ഥിതി മനസ്സിലാക്കാനാണ് നാളത്തെ യോഗം. ഇപ്പോൾ എന്താണ് അവിടെ ഇരിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് നാളത്തെ യോഗം. നാളത്തെ യോഗത്തിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ കഴിയും. 2016 ജനുവരി മാസം 1-ാം തീയതി മുതൽ കഴിഞ്ഞ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരിശോധിക്കാൻ ഒരു സബ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ അവസാന തീരുമാനങ്ങൾ 800 തീരുമാനങ്ങൾ എടുത്ത് ഉൾപ്പെടെ അതിൽപ്പെടും. അത് ശരിയേത് തെറ്റേത് നിർണ്ണയിക്കാൻ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം സാധ്യമാകും. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാരീസിൽ നിന്ന് കെയ്റോയിലേക്കുള്ള യാത്രക്കിടെ കാണാതായ ഈജിപ്ത് എയർ വിമാനത്തിന് സാങ്കേതിക തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ട്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് നടത്തിയ പരിശോധനകളിലൊന്നും സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നില്ല. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുന്നു. രാജ്യത്ത് പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന എല്ലാ ബസ്സുകളിലും എമർജൻസി ബട്ടണുകളും CCTV ക്യാമറകളും വെഹിക്കിൾ ട്രാക്കിംഗ് ഉപകരണങ്ങളും നിർബന്ധമാക്കുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് നടപടി. കുട്ടിക്കുറ്റവാളികളെ വിലങ്ങുവയ്ക്കുകയോ ജയിലിലിടുകയോ ചെയ്യരുതെന്ന് കേന്ദ്ര സർക്കാർ. നിയമം വ്യവസ്ഥ ചെയ്യുന്ന ബാലനീതി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. വാണിജ്യ മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ വിശാലമായ സഹകരണം വേണമെന്ന് രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി. ചൈന സന്ദർശനത്തിന്റെ 2-ാം ദിവസം ഇന്ത്യ ചൈന ബിസിനസ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു.